നമസ്കാരം, വെൽക്കം ടു ദിവ്യാസ് ഡയറീസ്. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ നൂഡിൽസ് ആണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇത്. ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് വേണം. നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി മൊത്തത്തിൽ 3 ടേബിൾ സ്പൂൺ സോയാ സോസ് ആണ് വേണ്ടുന്നത്. അതിലെ 1 ടേബിൾ സ്പൂൺ ആണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടുന്നത്. ഇത് ലൈറ്റ് സോയാ സോസ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് സോയാ സോസ് ആണെങ്കിൽ 1 ടീസ്പൂൺ എടുത്താൽ മതിയാവും. കാരണം ഡാർക്ക് സോയാ സോസിന് കുറച്ചുകൂടി സ്ട്രോങ് ഫ്ലേവർ ആണ്. പിന്നെ 1 ടീസ്പൂൺ വിനീഗർ വേണം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതിലോട്ട് വിനീഗർ, കുരുമുളക് പൊടി, സോയാ സോസ്, ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് അരമണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് നൂഡിൽസ് ആണ്. ഇതിന്റെ വെയിറ്റ് നോക്കിയപ്പോൾ 90 ഗ്രാം ആണ്. ഇതേപോലെ നൂഡിൽസ് വാങ്ങിക്കുന്ന കവറിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഇത് കുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതിൽ പറയുന്നത് നല്ല തിളയ്ക്കുന്ന വെള്ളത്തിൽ നൂഡിൽസ് ഇടുക, എന്നിട്ട് സിമ്മിൽ 4 മിനിറ്റ് വേവിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളത്. വെജിറ്റബിൾസ് ഒക്കെ കനം കുറച്ചാണ് അരിഞ്ഞേക്കുന്നത്. വെജിറ്റബിൾസ് എടുക്കുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. എല്ലാം വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓരോന്നും വളരെ കുറച്ചേ എടുത്തിട്ടുള്ളതെങ്കിലും പല ടൈപ്പിലെ വെജിറ്റബിൾസ് എടുക്കുമ്പോൾ നൂഡിൽസിൽ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ഉണ്ടാവുകയും ചെയ്യും. ഞാനിവിടെ എടുത്തേക്കുന്നത് സവാള, ക്യാരറ്റ്, തക്കാളി, സ്പ്രിംഗ് ഓണിയൻ, ക്യാപ്സിക്കം, ബീൻസ്, ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 അല്ലി വെളുത്തുള്ളിയും ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത്. പിന്നെ 2 ടേബിൾ സ്പൂൺ സോയാ സോസും വേണം. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും വേണം. പിന്നെ ആവശ്യത്തിന് എണ്ണയും ഉപ്പും വേണം. ആദ്യം നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് നല്ല തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ട് ഒരു 4 മിനിറ്റ് സിമ്മിലിട്ട് വേവിക്കണം. ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ നൂഡിൽസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് മാറ്റണം. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലോട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. ഇത് വേകാൻ അധികം സമയമൊന്നും വേണ്ട, 6-7 മിനിറ്റ് ഒക്കെ മതി. ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പം ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇനി ഈ സെയിം പാനിലോട്ട് തന്നെയാണ് നൂഡിൽസ് തയ്യാറാക്കാൻ പോകുന്നത്. ഈ സമയത്ത് എണ്ണ ഇല്ലെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ട് അതിന്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വെജിറ്റബിൾസ് ഒക്കെ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ആദ്യം സവാള ഇട്ട് കൊടുക്കാം. ഇനിയും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. വെജിറ്റബിൾസ് ഒക്കെ കനം കുറച്ച് അരിഞ്ഞത് കൊണ്ട് വേഗം വെന്ത് കിട്ടും. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ ഒരുപാട് അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യവുമില്ല. ജസ്റ്റ് ഒന്ന് കഴിക്കത്തക്കവണ്ണമുള്ള വേവൊക്കെ മതി. ഇനിയും ബീൻസും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നോണം. ഇനി ഇതിലോട്ട് ക്യാപ്സിക്കം, തക്കാളി, സ്പ്രിംഗ് ഓണിയൻ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം വെജിറ്റബിൾസ് ഒക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഇനിയും സോയാ സോസ് ചേർക്കാം. ഇനി ഇതിലോട്ട് നൂഡിൽസ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. നേരത്തെ ചിക്കനിലും പിന്നെ നൂഡിൽസ് വേവിച്ചപ്പോഴും ഒക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചേർക്കാൻ. ഇതേപോലെ ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്താലും മതി. ഇനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം.
ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് ആണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. പിന്നെ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. താങ്ക്